ലൈഫ് സേവർ എന്ന് പറയുന്നത് ചേട്ടനായിരുന്നു. സ്നേഹ കൂടുതൽ കൊണ്ടാവും പറയുന്നതാണ്, അത്രക്കൊന്നുമില്ല എന്നാലും. അതെ നമ്മളൊരു ചേട്ടന്റെ കടമ അതെ അതെ അതെ, വളരുമ്പോ ഒന്ന് കൂടെ വളർത്താനായിട്ട് പറയണതായിരിക്കും. എന്നാലും ഇപ്പൊ ഇങ്ങനെ മാറി നിന്നിട്ട് ഈ ഒരു 10 വർഷത്തെ ഗ്രോത്ത് കാണുന്നു. അത് പൊളിച്ചു അടിപൊളിയായി. നിനക്ക് എന്റെ ഗ്രോത്ത് കൂവാണെന്നല്ലേ. അത് വളരെ സന്തോഷമുണ്ട്. വളരെ, അതായത് ഹാർഡ് വർക്കിനുള്ളത് ഒരു ഇതെല്ലാം പേ ഓഫ് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു ഫീൽ ഉണ്ട്. നല്ല രീതിയിൽ തന്നെ പോകുന്നുണ്ടെന്നാണ്. വഴക്ക് കൂടാറുണ്ടോ? അല്ല, വഴക്ക് പറയാറുണ്ടോ? നീ അങ്ങനെ ചെയ്യാൻ പാടില്ല, അങ്ങനെ അങ്ങനെയൊന്നുമില്ല. അങ്ങനെയല്ല, ക്രിട്ടിസൈസ് ചെയ്യാറുണ്ട്. പക്ഷെ വഴക്ക് പറയലെന്നല്ല, ക്രിട്ടിസൈസ് ചെയ്യാറുണ്ട്. ഇങ്ങനെ കാര്യങ്ങൾ, ഇപ്പോ ചില കാര്യങ്ങൾ പറയുന്നതിനെ കുറിച്ചോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ പറയാറുണ്ട്. അല്ലാതെ അങ്ങനെ ഭയങ്കര സിറ്റുവേഷൻസ് വരാറില്ല. ചേട്ടൻ ആദ്യം ജോലിക്ക് ജോയിൻ ചെയ്ത സമയത്ത്, അപ്പൊ ആ സമയത്ത് ഞാൻ അപ്പൊ ചേട്ടൻ അന്ന് ജസ്റ്റ് ജോയിൻ ചെയ്തിട്ടുള്ളൂ. അപ്പൊ ഈ ഇന്റേൺ പോലത്തെ ഒരു അവസ്ഥയാണ്. അപ്പൊ അധികം വലിയ സാലറി ഒന്നും ഇല്ല. അന്ന് എത്രയായിരുന്നു? അതെ, അപ്പൊ ഒരു 3500 ഒക്കെയാണ്. ഞാൻ ആ സമയത്ത് ജോലിക്ക് ജോയിൻ ചെയ്യുന്നതിന് മുമ്പ്, പബ്ലിസിറ്റി ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് ചേട്ടൻ, അപ്പൊ ഞാൻ അപ്പോഴത്തേക്കും വീട്ടില് അവതരിപ്പിച്ചിട്ടുണ്ട്, ഇങ്ങനെ സിനിമ ഒരു താല്പര്യമുണ്ട് എന്നുള്ളത് അവതരിപ്പിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ജോലി കിട്ടിയപ്പോ പിന്നെ ജോലിക്ക് പോയേ പറ്റൂ എന്ന് പറഞ്ഞു. പക്ഷെ അതിനു മുമ്പ് ഒരു പോർട്ട്ഫോളിയോ എടുക്കാനായിട്ട് എനിക്ക്, അതായത് ചാൻസ് അന്വേഷിച്ചു മുമ്പ് വെറുതെ ചാൻസ് അപ്പൊ ഒരു പോർട്ട്ഫോളിയോ ഫോട്ടോഷൂട്ട് ചെയ്യാനായിട്ട് അന്നൊരു 10,000 രൂപ അന്ന് ആവശ്യമുണ്ടായിരുന്നു. കാര്യം അതിനുള്ള ലൈറ്റ്സും സെറ്റപ്പും ഒക്കെ ചെയ്യണമല്ലോ. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഞാൻ അപ്പൻ്റെ അടുത്ത് പൈസ വെച്ചപ്പോ അപ്പന ആദ്യം ജോലി എനിക്കിപ്പോ ഇങ്ങനെ കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ പ്ലേസ്ഡ് ആയിട്ട് നിൽക്കുന്ന സമയമാണ്. പ്ലേസ്ഡ് ആണപ്പോ ജോലിക്ക് പോകണം. അപ്പൊ അതിന് മുമ്പ് ഇങ്ങനെ പോർട്ട്ഫോളിയോ എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് അപ്പന ആദ്യം എതിർത്തത്. സിനിമ എന്ന് പറയുമ്പോൾ അപ്പന അങ്ങനെ അത്രയ്ക്കും താല്പര്യം ഉണ്ടായിരുന്നില്ല ആദ്യം. ചേട്ടൻ അപ്പനെ തോപ്പിക്കാൻ വേണ്ടിട്ട് ചെയ്തതെന്ന് വെച്ചാൽ, ചേട്ടൻ ആദ്യത്തെ മാസം ശമ്പളം കിട്ടിയപ്പോ അപ്പന്റെ മുമ്പിൽ വെച്ചിട്ട് ആ 3500 കൊടുത്തിട്ട് ഇനി ബാക്കി എന്റെ അടുത്ത മാസം ശമ്പളത്തിൽ, അങ്ങനെ ഞാൻ അങ്ങനെ തന്ന് നമുക്ക് 10,000 ആയിട്ട് നമുക്ക് കൊടുക്കണം. അപ്പൊ അപ്പന ഇത് കണ്ടിട്ട് തിരിച്ചു കൊടുക്കണം, നീ തിരിച്ചു കൊടുക്കണം, 10,000 അല്ലേ ഈ ഇവിടെ ഇങ്ങനത്തെ പരിപാടികൾ കാണിച്ചു വരുന്നത്. ഭയങ്കര സ്ട്രാറ്റജി ആയിരുന്നല്ലോ. 5 രൂപ വെച്ച് എന്തായാലും നമുക്ക് 10 രൂപയുടെ നടത്താൻ പറ്റില്ല. അപ്പൊ പിന്നെ ഒരു സ്ട്രാറ്റജി ആണല്ലോ നടക്കുള്ളൂ. കൊള്ളാം കേട്ടോ. ഈ ചേട്ടൻ അനിയൻ ബോണ്ടിനെ കുറിച്ച് ചേട്ടൊക്കെ എന്ത് പറയണു? ഞാൻ കല്യാണം കഴിഞ്ഞ് വരുമ്പോ ടോൺ ഓൾറെഡി ആക്ടറാണ്. ആള് ഇവര് തമ്മിൽ നല്ല ബോണ്ടാണ്. ഓൾറെഡി ചൈൽഡ്ഹുഡിലുള്ള കാര്യങ്ങളൊക്കെ പറയും, കുഞ്ഞുനാളിലുള്ള കാര്യങ്ങളൊക്കെ പറയാറുണ്ട്. ഇവര് രണ്ടേരും ഒപ്പിച്ച പരിപാടികളും അപ്പനമ്മയും കാണാണ്ട് ചെയ്ത കാര്യങ്ങളും ഒക്കെ പറയും.